മാർച്ച് 1 വെയിൽസിലെ വിശുദ്ധ ഡേവിഡ്. വെൽഷ് കത്തോലിക്കർക്കിടയിലും ഇംഗ്ലണ്ടിലുള്ളവർക്കിടയിലും ബിഷപ്പും കുമ്പസാരക്കാരനും വെയിൽസിൻ്റെ രക്ഷാധികാരിയും എന്ന നിലയിൽ മാർച്ച് 1 വെയിൽസിലെ വിശുദ്ധ ഡേവിഡിൻ്റെ ഓർമ്മത്തിരുന്നാൾ ദിനമാണ്. വെൽഷ് ജനതയുടെ രക്ഷാധികാരിയാണ് വിശുദ്ധ ഡേവിഡ്. 6-ാം നൂറ്റാണ്ടിലെ ഒരു മിഷണറിയായും ബിഷപ്പായും നിരവധി ആശ്രമങ്ങളുടെ സ്ഥാപകനായും അനുസ്മരിക്കപ്പെടുന്നു. ആംഗ്ലിക്കൻ പിളർപ്പിന് മുമ്പ് വെയിൽസിലെ പള്ളികളിൽ ഡേവിഡ് ഒരു ജനപ്രിയ നാമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനം ഇപ്പോഴും ഒരു പ്രധാന മതപരവും നാഗരികവുമായ ആചരണമാണ്. പുരാതന കാലം മുതൽ വെൽഷുകാർ വിശുദ്ധ ഡേവിഡിൻ്റെ ദിനത്തിൽ ഒരു ലീക്ക് ധരിച്ചിരുന്നു. സാക്സണുകൾക്കെതിരായ ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി വിശുദ്ധ ഡേവിഡിൻ്റെ ഉപദേശപ്രകാരം ശത്രുക്കളിൽ നിന്ന് അവരെ വേർതിരിച്ചറിയുവാൻ അവർ തൊപ്പിയിൽ ലീറ്റ്സ് ധരിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഒരു ചെറിയ സസ്യമാണ് ലീറ്റ്സ്. ബെനഡിക്ട് 16-ാമൻ പാപ്പ തൻ്റെ 2010 UK സന്ദർശന വേളയിൽ വെയിൽസ് സന്ദർശിച്ചില്ലെങ്കിലും അതിൻ്റെ രക്ഷാധികാരിയുടെ മൊസൈക്ക് ഐക്കൺ അദ്ദേഹം ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധ ഡേവിഡിനെ ആധുനിക യൂറോപ്പിൻ്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെ സ്ഥാപകനും ഈ ദ്വീപുകളിലെ മിഷണറിമാരും വിശുദ്ധന്മാരും ഉൾപ്പെടുന്ന സുവർണ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലെ മഹത്തായ വിശുദ്ധന്മാരിൽ ഒരാളായി വാഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി. ബെനഡിക്ട് മാർപ്പാപ്പ തൻ്റെ സന്യാസി സഹോദരങ്ങളോടുള്ള വിശുദ്ധൻ്റെ മരണാസന്നമായ വാക്കുകൾ അനുസ്മരിച്ചു. സന്തോഷത്തോടെ ഇരിക്കുക, വിശ്വാസം കാത്തുസൂക്ഷിക്കുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. വിശുദ്ധ ഡേവിഡിൻ്റെ സന്ദേശം അതിൻ്റെ എല്ലാ ലാളിത്യത്തിലും സമ്പന്നതയിലും ഇന്നും വെയിൽസിൽ മുഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടുമുള്ള നവീകരിക്കപ്പെട്ട സ്നേഹത്തിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്നു. തികച്ചും ചരിത്രപരമായ കാഴ്ചപ്പാടിൽ ഡേവിഡിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. ആദ്യകാല ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ കാലത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ളതാണ്. വിശുദ്ധൻ്റെ അമ്മ കേർഗാച്ചിലെ ഗൈനറിൻ്റെ മകളായ നോന അല്ലെങ്കിൽ നോനിറ്റ എന്നും വിളിക്കപ്പെടുന്ന മെലാരിയ ആണ്. വിശുദ്ധ ഡേവിഡിൻ്റെ ജനനം 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാലാഖ വിശുദ്ധ പാട്രിക്കിനോട് പ്രവചിച്ചിരുന്നു. ഏകദേശം AD 454 ഓൾഡ് മെനേവിയ എന്ന സ്ഥലത്താണ് ഇത് നടന്നത്. ഡേവിഡിൻ്റെ ഗർഭധാരണം ബലാത്സംഗത്തിൻ്റെ ഫലമായാണ് സംഭവിച്ചതെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള മിക്കവാറും എല്ലാ പാരമ്പര്യങ്ങളെയും പോലെ പിൽക്കാല ജീവചരിത്രകാരന്മാർക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിശദാംശം അത് ഉറപ്പിച്ച് സ്ഥാപിക്കാൻ കഴിയുകയില്ല. മാർച്ച് 3 ഡേവിഡിൻ്റെ അമ്മ വിശുദ്ധ നോന എന്നറിയപ്പെടുന്ന നോനിറ്റയുടെ തിരുനാളാണ്. പോർത്തുഗീസിൽ വെച്ച് ഒരന്ധൻ സ്നാപന ജലത്താൽ സുഖപ്പെട്ടു. ഡേവിഡിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഗ്ലാമോർഗൻഷെയറിലെ കെയർവോർഗോണിലെ വിശുദ്ധ ഇല്ലിഡിൽ നിന്നാണ് ലഭിച്ചത്. അതിനുശേഷം കുരിശടയാളത്താൽ അന്ധത സുഖപ്പെടുത്തിയ വിശുദ്ധ പോളിനസിൻ്റെ കീഴിൽ കാർമർദൻഷെയറിലെ വിറ്റ്ലാൻഡിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുവാൻ അദ്ദേഹം 10 വർഷം ചെലവഴിച്ചു. ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഒരു മാലാഖ മുന്നറിയിപ്പ് നൽകിയ വിശുദ്ധ പോളിനസ് ബ്രിട്ടീഷുകാരെ സുവിശേഷിപ്പിക്കുവാൻ യുവ ഡേവിഡിനെ അയച്ചു. ഡേവിഡ് തൻ്റെ സമകാലികനായ മറ്റൊരു വെൽഷ് ബിഷപ്പും സന്യാസിയുമായ വിശുദ്ധ ടെയ്ലോയുടെ ബന്ധുവാണെന്ന് കരുതുന്നു. സന്യാസ അധ്യാപകനായ സെൻറ്റ് പോളിനസിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഡേവിഡും ടെയ്ലോയും വിശുദ്ധ പാദാറിനോടുകൂടെ ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. അവിടെ അദ്ദേഹത്തെ ഗോത്രപിതാവ് ബിഷപ്പാക്കി. വെയിൽസിനെയും അയർലൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന തുറമുഖ നഗരമായ മെനേവിയയിലെ ബിഷപ്പായി ഡേവിഡ് സേവനമനുഷ്ഠിച്ചുവെന്ന് വ്യക്തമാണ്. ബ്രിവിയിലെ സിനഡിലേക്കുള്ള യാത്രാമധ്യേ ബിഷപ്പ് ഡേവിഡ് ഒരു വിധവയുടെ മകനെ ജീവനിലേക്ക് ഉയർത്തി. സിനഡിൽ പ്രസംഗത്തിനിടെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ തൻ്റെ ശബ്ദം വർദ്ധിപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവ് അദ്ദേഹത്തിൻ്റെ മേൽ പറന്നിറങ്ങുകയും തൻ്റെ പാദങ്ങൾക്ക് കീഴിൽ അത്ഭുതകരമായി ഉയർന്നു വന്ന കുന്നിൽ നിന്ന് വളരെ ഉച്ചത്തിൽ പ്രസംഗിച്ചു. എല്ലാവർക്കും അവനെ കേൾക്കുവാൻ കഴിയും. അത്രയും വാചാലമായി എല്ലാ മതഭ്രാന്തന്മാരും അമ്പരന്നുപോയി. സിനഡിൽ ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച സെയിൻറ്റ് ഡുബ്രിക് കെയർലിയോൺ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചു. അദ്ദേഹത്തിന് പകരം സെയിൻറ്റ് ഡേവിഡ് നിയമിതനായി. സഭയുടെ 2 പ്രാദേശിക കൗൺസിലുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃപരമായ പങ്ക് രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. പ്രധാന റോമൻ മിലിറ്ററി സ്റ്റേഷനായ ലോവൻഡിയത്തിന് സമീപം കാർഡിഗൻഷെയറിലെ ലാൻഡേവി ബ്രിഫി സിനഡിന് നേതൃത്വം നൽകി. താമസിയാതെ
569 ലൂക്കസ് വിക്ടോറിയ എന്ന സ്ഥലത്ത് നടന്ന മറ്റൊരു സിനഡിൽ വിശുദ്ധ ഡേവിഡ് അധ്യക്ഷനായി, ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ. കഠിനമായ സന്യാസത്തിന് പ്രശസ്തി നേടിയ ഡേവിഡ് 12 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. കഠിനമായ അധ്വാനം, നിശബ്ദത, നീണ്ട മണിക്കൂറുകളുള്ള പ്രാർത്ഥന, മാംസവും മദ്യവും പൂർണ്ണമായി ഒഴിവാക്കിയ ആഹാരക്രമം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്യാസിമാർ അവരുടെ ജീവിതം ആദ്യകാല മരുഭൂമിയിലെ സന്യാസിമാരെ മാതൃകയാക്കി. സന്യാസിമാർ തങ്ങളുടെ വയലുകൾ പരിപാലിക്കാൻ മൃഗങ്ങളെ ഉപയോഗിച്ചില്ല. കൂടാതെ റൊട്ടി, പച്ചക്കറികൾ, വെള്ളം എന്നിവ മാത്രം കഴിച്ച് ജീവിച്ചു. വിശുദ്ധ ഡേവിഡിൻ്റെ ആദ്യകാല പരാമർശം അന്നലസ് കാംബ്രിയയുടെ 10-ാം നൂറ്റാണ്ടിലെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ കാണപ്പെടുന്നു. അത് AD 601 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥാപിക്കുന്നു. 11-ാം നൂറ്റാണ്ടിലെ ജീവചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം 147 വയസ്സുവരെ ജീവിച്ചിരുന്നുവെന്നാണ്. മാത്രമല്ല, ഇപ്പോൾ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അന്നലസ് കാംബ്രിയയുടെ കൃത്യമായ പ്രസ്താവന മാറ്റിവെക്കുന്നതിന് നല്ല കാരണമൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മുൻപുള്ള ഗവേഷകർ പറയുന്നത് അദ്ദേഹം 100 വയസ്സുവരെയോ അതിൽ താഴെയോ ജീവിച്ചിരുന്നുവെന്നാണ്. ആർതർ രാജാവിൻ്റെ അനുമതിയോടെ അദ്ദേഹം കേർലിയോണിൽ നിന്ന് മെനേവയിലേക്ക് മാറി എന്ന് സാക്ഷ്യമുണ്ട്. തൻ്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം പ്രവചിച്ച ദിവസം 147-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്നതിന് ഇപ്പോൾ സാക്ഷ്യമായി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം 966-ാം വർഷം ഗ്ലാസ്റ്റൻബറിയിലെ ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1120 കാലിസ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ ബിഷപ്പ് ഡേവിഡിനെ സെയിൻറ്റ് ഡേവിഡ് ഓഫ് വെയിൽസ് എന്ന് പ്രഖ്യാപിച്ചു. പ്രഭാഷകൻ 40:17 കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു.